ഇത് സാമ്പാറിന് ഇത് വെച്ചു. കളർ അതായില്ല. ഹലോ, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഓണം എത്തിയല്ലേ. ഇന്ന് ഉത്രാട ദിവസമാണ്. രാവിലെ തന്നെ ഇങ്ങനെ മഴക്കോള് പിടിച്ചിട്ട് കിടക്കുവാണ്. ഇന്നലെ വരെ ഭയങ്കര ചൂടും ഇന്ന് രാവിലെ ഭയങ്കര മഴയും. എന്ത് കാലാവസ്ഥയാണല്ലേ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ പണികളൊക്കെ ഞാൻ ചെയ്തൊതുക്കുകയാണ്. കാര്യം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കാല് ഓടല കൈ ഓടല എന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരവസ്ഥയാണ്. ഞാൻ രാവിലെ അച്ചാറിടാൻ വേണ്ടിയിട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പം നാരങ്ങ അച്ചാറാണ് ഇടുന്നത്. മാങ്ങ വാങ്ങാൻ കിട്ടിയില്ല. അതിലെനിക്ക് വലിയ സങ്കടമുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന കണക്ക് ഓണത്തിനിപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാരങ്ങയും ഇഞ്ചിയാണ് ഞാൻ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റ് ചുമന്ന നാരങ്ങയല്ല, വെള്ള നാരങ്ങ, വെള്ളയല്ല മഞ്ഞ നാരങ്ങ, പച്ചമുളക് ഇട്ടിട്ട് വെക്കുന്നത്, അതാണ് കുറച്ചുകൂടി നല്ലത്. ആക്ച്വലി ഞാനിത് കുറച്ച് മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ടൈം ഒന്നുമല്ല, അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ബിക്കോസ് ഉപ്പൊന്നും നോക്കാതെ ഉണ്ടാക്കുമ്പോഴേ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വെച്ച് കൊടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് നോക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആമി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയൊക്കെ തൊലിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഓണം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. കാര്യം സ്പെഷ്യലുമാണ്, അതേപടി സങ്കടവും ഒരു വശത്തുണ്ടെന്ന് വേണം പറയാൻ. ഇപ്പം ഞാനും അച്ഛനും ആമി മോളും മാത്രമുള്ള ആദ്യത്തെ ഓണമാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ഓണം പോലും ഞാൻ എൻ്റെ വീട്ടിൽ ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈമെങ്കിലും ഞാൻ നാട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. വീട്ടിലായിരുന്നപ്പം ഒരിക്കലും ഓണത്തിൻ്റെ ഒന്നും എനിക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു പപ്പടം പോലും ഞാൻ പൊരിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ബാക്കിയുള്ള സമയത്തൊക്കെ എല്ലാം ചെയ്യും. പക്ഷേ ഓണത്തിൻ്റെ ദിവസം എനിക്ക് ഒരു പണിയില്ല. തലേദിവസം ആയിക്കോട്ടെ ഒരു പണിയില്ല. കാര്യം തലേദിവസം എൻ്റെ വീട്ടിൽ അച്ചാറൊക്കെ ഇടാറുണ്ട്. അപ്പം ഇഞ്ചി അച്ചാർ അമ്മയും അച്ഛനും കൂടെയൊക്കെ ചേർന്നിട്ടാണ് ഇടുന്നത്. ഞാൻ വെറുതെ നോക്കുകുത്തിയെ പോലെ അവിടെ ഇരിക്കും. പക്ഷേ ഇപ്രാവശ്യം എല്ലാം കൂടി ഞാൻ ചെയ്യും. ഒറ്റയ്ക്ക് എനിക്ക് പറ്റുമോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരിതുണ്ട്. പക്ഷേ ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ടിന്നിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ടിഫിൻ ബോക്സ് ആണ് ആക്ച്വലി, അതിനകത്ത് തന്നെ മാറ്റുന്നുണ്ട്. അപ്പം ഇഞ്ചി ഇടുമ്പോഴത്തേനും അതിൻ്റെ മുകളിലങ്ങ് വെക്കുമ്പം കൂടുതൽ സ്പേസും പോകത്തില്ലല്ലോ. രാവിലെ സമയം മുതൽ അച്ചോടിന് സമാധാനമേ കൊടുത്തിട്ടില്ല. കാര്യം കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഡിമാർട്ടിൽ പോകണം, അത് കഴിഞ്ഞ് ഇതെല്ലാം അരിഞ്ഞ് പറക്കി വെക്കണം, അതിൻ്റെ ഇടയിൽ ആമി നോക്കണം. അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ. ആമിയാണെങ്കിലേ ഭയങ്കര ഡിസ്റ്റർബൻസാണ്, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എല്ലാം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ബിക്കോസ് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും അത് ഫ്രിഡ്ജിൽ വെച്ച് ഇരിക്കുന്ന എന്തിനാ, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളേ. പക്ഷേ വറുത്തെടുത്തപ്പോഴത്തേനും ഇഞ്ചി കുറച്ചേ ഉണ്ടായുള്ളൂ. പക്ഷേ ഞാൻ ഇത്ര മതിയോ എന്ന് ഞാൻ ആക്ച്വലി വിചാരിച്ചു. പക്ഷേ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പണിയെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആമിക്ക് ചോറ് കൊടുക്കുന്നത്. അച്ഛനാണെങ്കിൽ പുറത്ത് പോയൊക്കെയാണ്. അപ്പോൾ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇഞ്ചിയും അതും ഇട്ട് വെച്ചു. എന്നിട്ട് റിയാക്ഷൻ എന്താണെന്നറിയണം. വാ, എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്ക്. കൊള്ളാം. ടേസ്റ്റ് ചെയ്യാൻ പാടില്ല മോളെ, നല്ല മതി. കൊള്ളോ, കളർ ആ സെയിം വന്നില്ലല്ലേ, കുഴപ്പമില്ലല്ലേ. സൂപ്പറാണോ? ആമി മണം ഉണ്ടോ? കളർ അതായില്ല, പക്ഷേ കൊള്ളാമെന്ന് തോന്നുന്നു. ടേസ്റ്റ് പോലും ചെയ്തില്ല. ഞങ്ങൾ എന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഡിമാർട്ടിൽ പോകാൻ ഇറങ്ങി. കാര്യം പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ചുമന്നരി ഉണ്ടല്ലോ, അത് വാങ്ങണം എന്നുണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, നോക്ക്. ചുവന്ന അരി കിട്ടിയില്ല. പിന്നെ ഉള്ളതുകൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് പിന്നെ വീട്ടിൽ വന്നു. കാര്യം പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കണമല്ലോ. അപ്പോൾ ആമിക്ക് ഫുഡ് ഒന്നും കൂടി കൊടുത്തിട്ട് ഞാൻ അവളെ ഉറക്കി. ഞാനിവിടെ എല്ലാത്തിനും കട്ട് ചെയ്ത് വെച്ചു. കാര്യം ആമി ഉറങ്ങുമ്പോഴേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഒരു 3 മണി എന്തോ സമയത്താണ് കേട്ടോ, അല്ല 4:45. ഇത് സാമ്പാറിന്
പിന്നെ ഇത് കൂട്ടുകറിക്ക്, ഇത് അവിയൽ, ഇത് തോരൻ, ഇത് പിന്നെ ഇത് മറ്റേ പച്ചടി, വെള്ളരിക്ക പച്ചടി, ഇത് മറ്റേ കിച്ചടി അല്ലല്ലോ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എന്നിട്ട് മിക്സറിലൊന്ന് അടിക്കുക. ഇത്രയും ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചു. എൻ്റെ ഓണത്തിൻ്റെ ഒരുവിധം എല്ലാം സെറ്റായി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം അരിഞ്ഞതെല്ലാം ഫ്രിഡ്ജിനകത്ത് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉത്രാട ദിവസം. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവർക്കും ഹാപ്പി ഓണം.